സിനിമ ഡയറക്ടർ ആകുന്നതിന് മുന്നേ ലോകേഷ് വെറും ഒരു സാധാരണ ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അവിടെ നിന്നും ലോകേഷ് ഇന്ന് കാണുന്ന ഇത്രയും വലിയ ബ്രാൻഡ് ഡയറക്ടറായി മാറിയത് വെറും ഭാഗ്യം കൊണ്ടല്ല, ഒരുപാട് ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നിൽ പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ലോകേഷ് എന്തുകൊണ്ട് ഇത്ര വലിയ ബ്രാൻഡ് ഡയറക്ടറായി മാറി, അദ്ദേഹത്തിന്റെ കരിയറിൽ സംഭവിച്ച സ്ട്രഗിളുകൾ, അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയുടെ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം പെടുക്കണം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സിനിമ ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ലോകേഷ് വിക്രം തൽക്കാലം ഇതറിയണ്ട. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. തമിഴ്നാട്ടിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു ലോകേഷ് കനകരാജ് ജനിച്ചത്. MBA പാസ്സായതിനു ശേഷം അങ്ങനെ വലിയ ജോലിയൊന്നും കിട്ടാതെയായി ലോകേഷ് അവസാനം ഒരു ബാങ്ക് എംപ്ലോയി ആയി കരിയർ തുടങ്ങി. അവിടെ വെച്ചും അദ്ദേഹത്തിന് സിനിമയോടുള്ള അടങ്ങാത്ത ആവേശം ഉണ്ടായിരുന്നു. ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം തന്നെ അദ്ദേഹം സിനിമ കാണാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ അവിചാരിതമായി ഒരിക്കൽ കാർത്തി സുബ്രാജ് ജഡ്ജായുള്ള ഒരു കോമ്പറ്റീഷനിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിം ഇതേ കാർത്തി സുബ്രാജ് കാണുകയുണ്ടായി. അങ്ങനെ കാർത്തി സുബ്രാജ് കൊടുത്ത സപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകേഷ് കനകരാജ് എന്ന ബ്രാൻഡ് ഡയറക്ടർ ഉണ്ടായത്. 2012 അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ഷോർട്ട് ഫിലിം അച്ചം തവിറന്ന് പേരിട്ടുന്ന ഒരു ഷോർട്ട് ഫിലിം ഒരിക്കൽ ഒരു ക്ലബ് ഫേസ് ആയ ഒരു ഫിലിം ഫെസ്റ്റിവൽ വെച്ച് ലോകേഷിന് പ്രസന്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. ആ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമായി ഇതേ ലോകേഷിന്റെ ഷോർട്ട് ഫിലിം തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ലോകേഷ് സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ തന്നെ കൊണ്ട് സാധിക്കും എന്നൊരു തോന്നൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇതിനുശേഷം പിന്നീട് 2016 അവിയൽ എന്നൊരു ഡോക്യുമെന്ററി സെഗ്മെന്റിലേക്കായി അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിമായ കലം തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരുപാട് പ്രഗത്ഭരായ സംവിധായകന്മാരുടെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. നിവിൻ പോളിയൊക്കെ ആ ഒരു ആന്തോളജിയിലെ ഒരു സെഗ്മെന്റ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ആന്തോളജിയിൽ ലോകേഷിന്റെ ഒരു സെഗ്മെന്റ് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ലോകേഷിന് വീണ്ടും വീണ്ടും കോൺഫിഡൻസ് ഉണ്ടായി. അങ്ങനെ 2017 തന്റെ ആദ്യ സിനിമയായ മാനഗരം റിലീസായി. 2017 സിനിമ റിലീസ് ആയതെങ്കിൽ പോലും ഏകദേശം 2013 കാലഘട്ടം മുതലേ അദ്ദേഹം ഇതിന്റെ വർക്ക് തുടങ്ങി. അതായത് കരിയറിലെ ആദ്യ സിനിമയ്ക്ക് വേണ്ടി പോലും അദ്ദേഹം വളരെയധികം എഫർട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം 3-4 കൊല്ലത്തോളം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടായിരുന്നു മാനഗരം എന്ന സിനിമ. ഈ സിനിമയുടെ ബഡ്ജറ്റ് വെറും 5 കോടി രൂപയായിരുന്നു. പക്ഷേ ഈ സിനിമ അന്ന് നേടിയെടുത്ത കളക്ഷൻ 15 കോടിയോളമായിരുന്നു. സന്ദീപ്, റെജീന തുടങ്ങിയ ഒരു യങ് സ്റ്റാർസിനെ മാത്രം വെച്ചായിരുന്നു ഈ സിനിമ അന്ന് അദ്ദേഹം കംപ്ലീറ്റ് ആക്കിയത്. ഈ സിനിമ ഒരു വൻ വിജയമായി മാറി എന്നത് മാത്രമല്ല, ലോകേഷിന്റെ സിനിമാ കരിയറിലൂടെ തന്നെ ജീവിതം കൊണ്ടുപോകാൻ എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാനും ഈ ഒരു സിനിമയ്ക്കായി. അതിനുശേഷം പിന്നീട് 2019 കൈദ് റിലീസ് ആവുന്നത്. പക്ഷേ ഈ കൈദ് റിലീസ് ആവുന്നതിന് മുന്നേ, അതായത് നമ്മളിപ്പോ കാണുന്ന കാർത്തിയുടെ കൈദിക്ക് മുന്നേ ലോകേഷ് കനകരാജ് വിചാരിച്ചിരുന്നത് ഈ സിനിമ മൻസൂർ അലിഖാനെ നായകനാക്കി സംവിധാനം ചെയ്യാമെന്നായിരുന്നു. കാരണം ഒരിക്കലും ലോകേഷ് കരുതിയില്ല ലോകേഷിന് ഇതേപോലുള്ള ബിഗ് സ്റ്റാർസിനെയൊക്കെ നായകനാക്കി കിട്ടുമെന്ന്. 10 வருஷம் உள்ள இருந்தேன்னு மட்டும்தானே சார் தெரியும். உள்ள போறதுக்கு முன்னாடி என்ன பண்ணிட்டு இருந்தேன்னு தெரியாதுல்ல. സന്ദീപിനെ വെച്ച് മാനഗരം ചെയ്തു, മാനഗരം ഹിറ്റായി എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു വലിയ സ്റ്റാർ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മൻസൂർ അലിഖാനെ വെച്ച് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാന്ന് കരുതി. പിന്നീട് അതിനുശേഷം സൂര്യയെയും വിജയ് സേതുപതിയും ഒക്കെ കാസ്റ്റ് ചെയ്യാനായി ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒടുക്കമാണ് ഈ സിനിമ കാർത്തിയുടെ കയ്യിലേക്ക് എത്തിയത്. എത്തിയപ്പോൾ കാർത്തിക്ക് വേണ്ടി ഈ സിനിമ ഒന്ന് റീപോളിഷ് ചെയ്ത് മാറ്റി പിന്നീട് ഇന്ന് കാണുന്ന കൈദിയായി മാറി. ഏകദേശം 25 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ കൈദി അന്ന് ബിഗിലിന്റെ കൂടെ ക്ലാഷ് റിലീസ് വെച്ചിട്ട് പോലും അന്ന് 100 കോടിക്ക് മേലെ കളക്ഷൻ എടുത്തു. മറ്റൊരു വലിയ സംഭവം എന്നാൽ ഈ കൈദി എന്ന സിനിമ ഷൂട്ട് ചെയ്ത് റിലീസായത് 2019 ഒരു ദീപാവലിക്കായിരുന്നു. എന്നാൽ ഈ 2019 ദീപാവലിക്ക് മുന്നേ മെയ് മാസത്തിൽ തന്നെ വിജയിയുമായി ലോകേഷ് ഒരു സിനിമ അനൗൺസ് ചെയ്തു. അതായത് മാനഗരം പോലൊരു സാധാരണ സിനിമ ഹിറ്റായി നിൽക്കുന്ന ഒരു സംവിധായകന് വിജയിയെ പോലൊരു ബിഗ് സ്റ്റാർ കൊടുത്ത ആ ഒരു കോൺഫിഡൻസ്, ശരിക്കും പറയാൻ ആ കാര്യത്തിൽ വിജയ്ക്ക് നമ്മൾ അപ്രിസിയേഷൻ കൊടുത്തേ മതിയോ. കാരണം ഒരിക്കലും ഒരു ബിഗ് സ്റ്റാർ ഇതേപോലൊരു ചെറിയ സിനിമ എടുത്ത് ഹിറ്റ് ആക്കിയ സംവിധായകന് ഡേറ്റ് കൊടുക്കില്ല. അതും വിജയിയെ പോലെ കോളിവുഡ് അടക്കി ഭരിക്കുന്ന ഒരു താരം. ആ ഒരു കോൺഫിഡൻസ് കാണാൻ തന്നെ ഈ ഒരു കൈദി ഹിറ്റ് ആയതോടുകൂടി ലോകേഷ് വിജയ് കൂട്ടുകെട്ടിലെ സിനിമയ്ക്ക് വൻ ഹൈപ്പാണ് ഉണ്ടായത്. ഇതുകൂടാതെ ആ സിനിമയിൽ ആന്റണി വർഗീസ് പെപ്പെ, വിജയ് സേതുപതി, മാളവ്യ മോഹൻ, അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്നു. അങ്ങനെ ഹൈപ്പ് പീക്കായി മാറി. ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരുപാട് തിയറികൾ, അതായത് വിജയ് സേതുപതിയും വിജയ് ഒരാളാണ്, അൾട്ടർ ഈഗോയാണ് സിനിമയുടെ മെയിൻ കണ്ടന്റ്, അങ്ങനെ ഒരുപാട് ഹൈപ്പ് ഈ സിനിമയ്ക്ക് കയറി.
പക്ഷേ ഈ ഹൈപ്പിനൊപ്പിച്ച് സിനിമ വന്നോ എന്നുള്ള കാര്യത്തിൽ ഇന്നും ഡൗട്ട് ഉണ്ട്. എന്തായാലും 2019 ടൈമിൽ തന്നെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി 2020 ഒരു ഏപ്രിൽ മാസത്തിൽ റിലീസ് ആവാനുള്ള സിനിമ, പക്ഷെ റിലീസ് ആയത് 2021 കോവിഡ്, ലോക്ക്ഡൌൺ അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു. എന്തായാലും 2021 സിനിമ റിലീസ് ആയപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും തെലുങ്ക് നാട്ടിലും അടക്കം വൻ ഓളമാണ് ഉണ്ടായത്. കാരണം കോവിഡ് എന്നൊരു മഹാമാരിക്ക് ശേഷം വരുന്ന ഒരു ഹൈ ബഡ്ജറ്റ് ഹൈപ്പ് സിനിമ. അതുകൊണ്ട് തന്നെ തിയേറ്റർ ഓണേഴ്സിനെല്ലാം ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമയും വൻ വിജയമായി മാറി. സിനിമയേക്കാൾ ഉപരി സിനിമയിലെ വിജയിയെ അദ്ദേഹം എങ്ങനെ പ്രസന്റ് ചെയ്തു എന്നതാണ് ഏറെ കയ്യടി മേടിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു വിജയിയെ ശരിക്കും ലോകേഷ് അതിൽ പ്രസന്റ് ചെയ്ത കാര്യത്തിൽ ലോകേഷ് കയ്യടി അറിയിക്കുന്നു. കാരണം ഈ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ഒരു മസാല ഹീറോ അല്ല വിജയ് ആ സിനിമയിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ കോളിവുഡിൽ ഒരുപാട് അത്ഭുതങ്ങൾ ലോകേഷ് ഉണ്ടാക്കുമെന്ന് എല്ലാ തമിഴ് പ്രേക്ഷകരും കരുതി. എന്നാൽ ഈ മാസ്റ്റർ എന്ന സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ, അതായത് മാസ്റ്റർ റിലീസ് ആയത് 2021 ജനുവരിയിലാണ്. എന്നാൽ 2020 തന്നെ ലോകേഷ് തൊട്ടടുത്ത സിനിമ അനൗൺസ് ചെയ്തു. അതും തന്റെ ഫേവററ്റ് ആക്ടർ കൂടിയായ കമലഹാസൻ നായകനാക്കി. കമലഹാസനെ വെച്ചൊരു ഫാൻ ബോയ് പണം. ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലോകേഷ് കനകരാജിന്റെ ഡ്രീം പ്രോജക്ട്. അങ്ങനെ 2020 ഒരു നവംബർ മാസത്തിൽ, അതായത് കമലഹാസന്റെ ബർത്ത്ഡേക്ക് ഒരു അനൗൺസ്മെന്റ് വീഡിയോ വരുന്നു. ആ വീഡിയോ കണ്ടതോടുകൂടി കോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സംഭവം നടക്കുന്നു എന്ന് വരെ ആളുകൾ പ്രതീക്ഷിച്ചു. ഇതുകൂടാതെ വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, അനിരുദ്ധിന്റെ മ്യൂസിക്, അങ്ങനെ ഹൈപ്പ് കേറാൻ ബാക്കിയൊന്നുമില്ല. ഇതുകൂടാതെ ഒരുപാട് കാലത്തിന് ശേഷം കമലഹാസൻ ഫുൾ ഫ്ലെഡ്ജ് ആയ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ചെയ്യുന്നു എന്നത് കൂടി ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായി. ഏകദേശം 100-120 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ വന്നതെന്നും സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കുന്നതിന്റെ വലിയൊരു കാരണമായി മാറി. അങ്ങനെ 2021 ഒരു നവംബർ മാസത്തിൽ ഈ സിനിമയിൽ ഒരു ഗ്ലിംസ് റിലീസായി. ആ ഒരു ഗ്ലിംസിൽ ഇതുവരെ കാണാത്ത രീതിയിൽ കമലഹാസനെ പ്രസന്റ് ചെയ്യുന്ന ഒരു വൗ ഫാക്ടറായി മാറി സിനിമയ്ക്ക് പീക്ക് ലെവൽ ഹൈപ്പ് ഉണ്ടായി. ഇത് കൂടാതെ തന്നെ സിനിമ റിലീസ് എടുക്കാറായപ്പോൾ സിനിമയിൽ സൂര്യ ഉണ്ടെന്നുള്ളതും വലിയൊരു ഹോപ്പായി മാറി. അങ്ങനെ ഏകദേശം 120 കോടി ബഡ്ജറ്റ് വന്ന ഈ സിനിമ 400 കോടിക്ക് മുകളിലാണെന്ന് കളക്ഷൻ നേടിയത്. ഇതുകൂടാതെ കമലഹാസന്റെ ഒരു വൻ കംബാക്കും സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി മാറി. ഇതുകൂടാതെ തന്നെ സിനിമയിലെ റോളക്സ് എന്ന സൂര്യയുടെ ക്യാരക്ടറും ഇന്ത്യ മുഴുവൻ വൈറലായി മാറി. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ലോകേഷിന്റെ മനസ്സിൽ ഒരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. രജനീകാന്തിനെ കമലഹാസനെയും ഒന്നിച്ചൊരു സിനിമ. എന്നാൽ അതിനുള്ള ടോക്കുകളും പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കമലഹാസനും രജനീകാന്തിനും ഒരുപാട് താല്പര്യമുള്ള ഒരു പ്രോജക്റ്റ് കൂടിയായിരുന്നു അത്. എന്നാൽ പോലും അത് നടക്കാതെ പോയി. അങ്ങനെ 2023 തന്നെ ലോകേഷിന്റെ തൊട്ടടുത്ത സിനിമ അനൗൺസ് ചെയ്യുന്നു. അതും ദളപതി വിജയിയെ നായകനാക്കി. അങ്ങനെ ദളപതി 67 എന്നൊരു ഹൈപ്പ് സിനിമ റിലീസ് ആവാൻ പോകുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ സിനിമയിലൂടെ തന്നെ ലോകേഷ് വിജയ് കോംബോയെ എല്ലാവരും ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത സിനിമ വരുമ്പോൾ അതിൽ ലോകേഷ് എങ്ങനെ വിജയെ പ്രസന്റ് ചെയ്യും? അതുകൂടാതെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു വേറിട്ട ടൈപ്പിലായിരിക്കുമോ ലോകേഷ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ കാരണം തന്നെ ഒരു പീക്ക് ഹൈപ്പ് ഈ സിനിമയ്ക്കും ഉണ്ടായി. ഇതുകൂടാതെ ഏറ്റവും വലിയൊരു വൗ ഫാക്ടറായി മാറിയത് വിക്രം സിനിമ വന്നപ്പോൾ ലോകേഷ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു LCU യൂണിവേഴ്സാണ്. അതായത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് കൈദിയും വിക്രമും ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം ഇനി വരാൻ പോകുന്ന വിജയ് സിനിമ കൂടി ഇതേ LCUവിന്റെ പാർട്ടായി മാറുമോ എന്നതും ഫാൻസിന്റെ ഇടയിലും ഓഡിയൻസിന്റെ ഇടയിലും വലിയൊരു ടോക്കായി മാറി. അങ്ങനെ ഒരു റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോ ആദ്യം ലോകേഷ് റിലീസാക്കും. ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി. ഇതുകൂടാതെ സഞ്ജയ് ദത്ത്, അർജുൻ സാർജ, തൃഷ വിജയ് കോംബോ, അങ്ങനെ ഹൈപ്പ് കയറാനായി ഒരു വലിയ കാസ്റ്റിംഗ് തന്നെ സിനിമയിലുണ്ടായിരുന്നു. ലോകേഷ് ആദ്യമായി സിനിമ ചെയ്യാനിരുന്ന മൻസൂർ അലിഖാൻ പോലും ഈ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് വളരെ വലുതായിരുന്നു. ലിയോ കേരള റിലീസ് സമയത്ത് പോലും റെക്കോർഡ് കളക്ഷനാണ് അന്ന് നേടിയെടുത്തത്. അതായത് ഫസ്റ്റ് ഡേ കളക്ഷനിൽ സാക്ഷാൽ മോഹൻലാലിന്റെ വരെ റെക്കോർഡ് തകർത്ത് കേരളത്തിൽ ഏറ്റവും അധികം ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ സിനിമയായി അന്ന് ലിയോ മാറി. ഇതുകൂടാതെ ലിയോ എന്ന സിനിമയ്ക്ക് അന്ന് മിക്സഡ് റിവ്യൂ ആണ് വന്നതെന്നത് ഇന്നും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ പോസിറ്റീവ് റിവ്യൂ അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന്റെ മേലെ ഈ സിനിമ കളക്ട് ചെയ്തേനെ. അങ്ങനെ വിജയുടെ കരിയറിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയുമായി ഇതുകൂടാതെ സിനിമ തമിഴ്നാട്ടിൽ ഇൻഡസ്ട്രി ഹിറ്റുമായി മാറി. പക്ഷേ ഇതേ ലിയോ റിലീസിന് മുന്നേ ലോകേഷ് മറ്റൊരു അനൗൺസ്മെന്റ് കൂടി നടത്തി. അതായത് താൻ അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമ രജനീകാന്തിനൊപ്പമാണ്. ഇത് കൂടാതെ അനിരുദ്ധിന്റെ മ്യൂസിക്കും. അനിരുദ്ധ് എപ്പോൾ രജനീകാന്തിനോട് സിനിമ ചെയ്താലും പീക്ക് സാധനം തന്നെ പുള്ളിക്കാരൻ ഉണ്ടാക്കാറുണ്ട്.
അതുകൊണ്ട് തന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ലോകേഷിന്റെ ഡയറക്ഷനിൽ ഇവർ എങ്ങനെ രജനീകാന്തിനെ പ്രസന്റ് ചെയ്യുന്നതാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി മാറിയത്. ശരിക്കും പറഞ്ഞാൽ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നതോടുകൂടി കോളിവുഡ് 1000 കോടി അടിക്കും എന്നൊക്കെ വരെയുള്ള ടോക്കുകളുണ്ടായി. അതിന്റെ പ്രധാന റീസൺ ആ ഒരു ടൈമിലാണ് ജയിലർ റിലീസായത്. ജയിലർ റിലീസായി രജനീകാന്ത് വൻ കംബാക്ക് അടിച്ച് ശരിക്കും പറഞ്ഞാൽ കോളിവുഡിനെയൊക്കെ തെറിക്ക വിട്ട് നിൽക്കുന്ന ടൈമാണ്. ആ ടൈമിൽ ലോകേഷ് ലിയോ റിലീസ് ആക്കാൻ പോകുന്നതിന് മുന്നേ ഒരു അനൗൺസ് ചെയ്യുന്നു, തൊട്ടടുത്ത സിനിമ ലോകേഷ് രജനി കോംബോയില്. ഇതുപോലെ വൻ ഹൈപ്പാണ് സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ലോകേഷ് ഒരു വലിയ ബ്രാൻഡായി മാറി. പക്ഷെ ലിയോ എല്ലാരെയും കംപ്ലീറ്റ്ലി അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമയായി വന്നില്ലെങ്കിൽ പോലും ലിയോയിൽ പാളിപ്പോയത് ഒരു പക്ഷേ കൂലിയിൽ, അതായത് രജനീകാന്ത് കോംബോയിൽ വരുന്ന സിനിമയിൽ ഉണ്ടാക്കിയെടുക്കുമെന്നൊരു ഹോപ്പും ആളുകൾക്കുണ്ടായി. അങ്ങനെ കൂലി അനൗൺസ്മെന്റ് വീഡിയോ, കൂലി അനൗൺസ്മെന്റ് മുന്നേ തലൈവർ 171 എന്നായിരുന്നു സിനിമയുടെ പേരെങ്കിൽ പോലും ഇതേ കൂലി അനൗൺസ്മെന്റ് വീഡിയോ പോലും വൻ വൈറലായി. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ പഴയ സിനിമയിലെ ഡയലോഗ് ഒക്കെ വീണ്ടും റെഫറൻസ് ആയി കൊണ്ടുവന്ന് ഫാൻസിനെ ഒരുപാട് കോരിത്തരിപ്പിച്ചു. സ്വർഗത്തിലെ ഇടമുണ്ട് പോടാ. പിന്നീട് വന്ന സിനിമയുടെ കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് ആണ് ഏറെ ആളുകളെ അത്ഭുതപ്പെടുത്തിയത്. അതായത് തെലുങ്കിൽ നിന്ന് നാഗാർജുന ഇവിടെ വില്ലനായി വരാൻ പോകുന്നു, ഉപേന്ദ്ര കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നു, മലയാളത്തിൽ നിന്ന് സൗബിൻ, ഇതുകൂടാതെ വർഷങ്ങൾക്ക് ശേഷം രജനീകാന്ത് സത്യരാജ് കോംബോ. അങ്ങനെ ഹൈപ്പിന് വേണ്ടതായ എല്ലാ സംഭവങ്ങളും സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ 2025 മാർച്ചിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ കൂലി ഇനി വരാനിരിക്കുന്നു. കൂലിയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? അല്ലെങ്കിൽ ലോകേഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ഇട്ടേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.